സിമി അമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് മറ്റു കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ചോക്ലേറ്റ്സോ പെൻസിൽസോ ഒന്നും കൊണ്ടുവരുന്നതിന് ഞങ്ങൾ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. ഞങ്ങളോട് സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പാരൻസിനോട് സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന സ്റ്റഡി മെറ്റീരിയൽസോ അല്ലെങ്കിൽ ക്ലാസ്സിലത്തേക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസോ ആയിരിക്കും. അത് വളരെ ലോ കോസ്റ്റ് ഐറ്റംസ് ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ പാരൻസിന് അവരുടെ ഇഷ്ടമനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു പാരൻറ്റ് ചോദിച്ചപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തതായിരുന്നു ഈ ഒരു ഷെൽഫ്. ഞാനൊരു ചെറിയ ഒരു സാധനമായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ ആ പാരൻ്റ് എനിക്ക് കൊടുത്തു വിട്ടത് ഈ ഒരു ഐറ്റം ആയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നറിയാതെ ഒരുപാട് വിഷമിച്ചു. അപ്പോഴാണ് തോന്നിയത്, അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഫസ്റ്റ് ഈ ഒരു സാധനം ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. ഇതിനൊരു ബ്രൗഷറുണ്ട്, അതിൽ 1, 2, 3 നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട്. അത് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എനിക്കധികം മനസ്സിലായില്ല കേട്ടോ. എന്തായാലും ഈ ഒരു ബോക്സ് എടുത്തിട്ട് ഇനി അഗെയിൻ ഇതിലോട്ട് ഫിക്സ് ചെയ്യണം. അങ്ങനെ ഇതേപോലെ ഓരോന്നും ഈ ഒരു സാധനം എടുത്ത് ഈ ഒരു ഭാഗത്ത് വയ്ക്കുക, ഇതേപോലത്തെ ഒരെണ്ണം എടുത്ത് അടുത്ത ഭാഗത്തും വയ്ക്കുക, എന്നിട്ട് ആ ബോക്സ് എടുത്ത് ഇതിൻ്റെ നടുക്ക് വയ്ക്കുക. ഇങ്ങനെ ഉള്ള ബോക്സുകളെല്ലാം ഫിക്സ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ ബ്രൗഷർ കണ്ടപ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് കൺഫ്യൂഷൻ തോന്നി. പിന്നെ കുത്തിയിരുന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്തതിന് ഞാൻ വീണ്ടും ഇളക്കിയെടുത്തതിന് ശേഷം വീഡിയോ എടുക്കുന്നതിന് വേണ്ടി രണ്ടാമത് ഫിക്സ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും ഈ കാണുന്ന സാധനം ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം നടുക്കായിട്ട് ആ ബോക്സ് എടുത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. ശരിക്കും വിചാരിച്ചു ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ ഒന്നും അറിഞ്ഞൂടാത്തത് കൊണ്ട് ഒരു ടെൻഷൻ തോന്നി. അത് കഴിഞ്ഞാൽ പിന്നെ ഈസി തന്നെയാണ് കേട്ടോ. ആ പാരൻ്റ് എന്നോട് ചോദിച്ചതാണ് ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തു വിടട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഫിക്സ് ചെയ്തോളാം എന്ന്. സമ്മർ വെക്കേഷന് മുന്നേ കിട്ടിയത് കൊണ്ട് അപ്പോൾ തന്നെ ഫിക്സ് ചെയ്തില്ല, വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫിക്സ് ചെയ്യാമെന്ന് കരുതി. പിന്നെ സ്കൂൾ തുറന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്നതും അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നതും. നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാനോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാനായിട്ട് സ്റ്റാഫൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം സ്കൂൾ തുറന്ന സമയമായതുകൊണ്ട് ഒരുപാട് പണികൾ അവർക്കുണ്ടാവും. പിന്നീട് അവർ വന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ ഒരു സാധനമുണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ പോലും ഇത് വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അവിടെ നമുക്ക് ടിഷ്യൂ ബോക്സൊക്കെ വേണമെങ്കിൽ വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ എടുത്തത് ഈ സാധനങ്ങളാണ് കേട്ടോ. ഇത് ഈ രണ്ട് സൈഡിലും ഹിഞ്ചസ് പോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. മുകളിലത്തെയും താഴത്തെയും ഭാഗം തമ്മിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഹിഞ്ചസ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് അതവിടെ ഇരുന്നോളും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനക്കിയെന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോകില്ല. സത്യത്തിൽ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത് ആദ്യം കണ്ടപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് ഇച്ചിരി ഒന്ന് ഇതായി. എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ കരുതി. ഞാനിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റാഫിനെയൊക്കെ അന്വേഷിച്ച് പോയി. പക്ഷേ ആരെയും കിട്ടിയില്ല. തിരിച്ചു വന്നിട്ട് ഞാൻ തന്നെ ഫിക്സ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇനി ഞാൻ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ടയറാണ്. 4 ടയറുകളുണ്ട്. ഇത് കുറച്ച് ടൈറ്റായിട്ട് എനിക്ക് തോന്നി. വേണമെങ്കിൽ നമുക്ക് കറക്കി വേണമെങ്കിൽ ഉള്ളിലോട്ട് കയറ്റാം. പക്ഷേ ഞാൻ പ്രസ് ചെയ്താണ് കയറ്റിയത്. അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. സത്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ അത് സക്സസ് ആയി കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു സന്തോഷം സത്യം പറയാൻ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. കാരണം എന്ത് കാര്യം ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ, ഞാൻ ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് എൻ്റെ ഒരു തോന്നൽ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് എനിക്ക് വരുന്നത്. ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അതേപോലെ തന്നെ ആ പാരൻസിനോട് ഒരുപാട് നന്ദി തോന്നി. കാരണം ക്ലാസ്സിലേക്ക് ഉപയോഗമുള്ള ഒരു സാധനം തന്നെ കിട്ടിയല്ലോ എന്നോർത്ത്. അങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? അവസാന ഭാഗമൊക്കെ വീഡിയോ എടുത്ത് തന്നത് എൻ്റെ കൂടെയുള്ളൊരു ടീച്ചറാണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയനും സജഷൻസും പറയാനായിട്ട് മറക്കരുത്. അതാണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.